നെക്സ്റ്റ് വരുന്നതാണ് ലോജിക്കൽ ഇക്വലൻസസ്. എന്താണ് ലോജിക്കൽ ഇക്വലൻസസ്? ടു കോമ്പൗണ്ട് പ്രിപ്പോസിഷൻ ആർ ആൻഡ് ടി, although they may look different, can have identical truth values for all possible set of truth values of their components. Such a preposition are called logically equivalent preposition. ഇപ്പോൾ ലോജിക്കൽ ഇക്വലൻസ് പറഞ്ഞാൽ രണ്ട് കോമ്പൗണ്ട് പ്രിപ്പോസിഷനാണ് എടുക്കുന്നത്. സിമ്പിൾ പ്രിപ്പോസിഷൻ അല്ല, നമുക്ക് കിട്ടുന്ന രണ്ട് കോമ്പൗണ്ട് പ്രിപ്പോസിഷൻസ് തമ്മിലാണ് നമ്മൾ ലോജിക്കലി ഇക്വലൻസ് പറയാം. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നത് സിമ്പിൾ പ്രിപ്പോസിഷൻസ് തമ്മിലുള്ള കൺജങ്ഷൻ, ഡിസ്ജങ്ഷൻ അങ്ങനെയാണല്ലേ, ഓപ്പറേറ്റേഴ്സ് ആയിരുന്നു. ഇനി ലോജിക്കൽ ഇക്വലൻസ് ആണ് പറയുന്നത്, അതായത് രണ്ട് കോമ്പൗണ്ട് പ്രിപ്പോസിഷൻസ് തമ്മിലുള്ള റിലേഷൻ ആണ് പറയുന്നത്. രണ്ട് കോമ്പൗണ്ട് പ്രിപ്പോസിഷൻ ആർ ആൻഡ് ടി, ഇത് നമ്മൾ ലോജിക്കലി ഇക്വലൻറ്റ്, അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുക ഇങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആറും ടിയും, ആർ ഒരു കോമ്പൗണ്ട് പ്രിപ്പോസിഷനാണ് ആൻഡ് ടി എന്ന് പറയുന്ന മറ്റൊരു കോമ്പൗണ്ട് പ്രിപ്പോസിഷനാണ്. അപ്പോൾ ഇത് രണ്ടും ലോജിക്കലി ഇക്വലൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ? അത് രണ്ടും രണ്ട് കോമ്പൗണ്ട് പ്രിപ്പോസിഷൻ ആവുകൊണ്ടും രണ്ടും എന്തായിരിക്കും, ലുക്ക് ലൈക്ക് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ, ബട്ട് can have identical truth value for all possible set of truth values of their components. അതിൻ്റെ കമ്പോണൻസിൻ്റെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രൂത്ത് ടേബിളൊക്കെ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്തായിരിക്കും, രണ്ടും ഒരുപോലെ ആയിരിക്കും. അതായത് ആർ എന്നുള്ള കോമ്പൗണ്ട് പ്രിപ്പോസിഷൻ്റെ ട്രൂത്ത് വാല്യൂം അതുപോലെ തന്നെ ടി എന്നുള്ള കോമ്പൗണ്ട് പ്രിപ്പോസിഷൻ്റെ ട്രൂത്ത് വാല്യൂ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, ഐഡൻറ്റിക്കൽ ആയിരിക്കും. അപ്പോൾ അത് കാരണം നമുക്ക് എന്ത് പറയാം, ആറും ടിയും എന്താണെന്ന് പറയാം, ലോജിക്കലി ഇക്വലൻ്റ് ആണെന്ന് പറയാം. ആറും ടിയും ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ ട്രൂത്ത് വാല്യൂസ് ട്രൂത്ത് ടേബിൾ നമ്മൾ വരച്ച് കഴിയുമ്പോൾ അത് ഐഡൻറ്റിക്കൽ ആവുന്നതുകൊണ്ട് തന്നെ ആർ ടി എന്നുള്ള രണ്ട് കോമ്പൗണ്ട് പ്രിപ്പോസിഷനെയും നമുക്ക് എന്ത് പറയാം, ഐഡൻറ്റിക്കൽ കോമ്പൗണ്ട് പ്രിപ്പോസിഷൻ ഓർ ലോജിക്കലി ഇക്വലൻറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഒരു കോമ്പൗണ്ട് പ്രിപ്പോസിഷൻ ആർ ആൻഡ് ടി ആർ സെറ്റ് ടു ബി ലോജിക്കലി ഇക്വലൻറ്റ് ഇഫ്, മറ്റൊരു കണ്ടീഷനാണ് ആർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ടി ഈസ് എ ടോട്ടോളജി. അതായത് ആറും ടിയും രണ്ട് കോമ്പൗണ്ട് പ്രിപ്പോസിഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇംപ്ലിക്കേഷൻ അല്ലേ, ബൈ ഇംപ്ലിക്കേഷൻ ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ അത് ടോട്ടോളജിയാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആറും ടിയും ലോജിക്കലി ഇക്വലൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ നോക്ക്, ഷോ ദാറ്റ് നെഗേഷൻ ഓഫ് പി ഇംപ്ലൈസ് ക്യൂ. ഇവിടെ നിങ്ങൾ ബ്രാക്കറ്റ് ശ്രദ്ധിക്കട്ടോ, നെഗേഷൻ എന്ന് പറയുന്നത് ബ്രാക്കറ്റ് തരാത്ത കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെ നമുക്ക് ആദ്യം എടുക്കാം, നെഗേഷൻ ആദ്യം ഒന്ന് കൊടുക്കാം അല്ലേ. അതായത് നമുക്ക് ഇങ്ങനെ ഇവിടെ ബ്രാക്കറ്റ് ഒന്നും ഇടാതെ തരുന്ന കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നു ആദ്യം നെഗേഷൻ ആണ് പ്രിഫറൻസ് അല്ലേ. അല്ല, ഇതിങ്ങനെയാണ് തന്നിട്ടുള്ളത് നമുക്ക്. ആൻഡ് പി കൺജങ്ഷൻ നെഗേഷൻ ക്യൂ ആർ ഇക്വലൻറ്റ്. അപ്പോൾ ഇതും ഈ കോമ്പൗണ്ട് പ്രിപ്പോസിഷനും അതുപോലെ തന്നെ ഈ കോമ്പൗണ്ട് പ്രിപ്പോസിഷനും ഇക്വലൻ്റ് ആണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, അതായത് നെഗേഷൻ ഓഫ് പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളതിന് ഞാൻ ആർ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അതുപോലെ പി കൺജങ്ഷൻ നെഗേഷൻ ക്യൂ എന്നുള്ളത് ടി എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് കാണിക്കണം, ആർ ഇക്വലൻറ്റ് ടു ടി എന്ന് കാണിക്കണം. അപ്പോൾ നമുക്കിവിടെ എത്ര കോളം വരയ്ക്കണം, പി വേണം അല്ലേ, അതുപോലെ ക്യൂ വേണം, പി ഇംപ്ലൈസ് ക്യൂ വേണം, ദെൻ നെഗേഷൻ ക്യൂ വേണം, നെഗേഷൻ ഓഫ് പി ഇംപ്ലൈസ് ക്യൂ വേണം, അതുപോലെ പി കൺജങ്ഷൻ നെഗേഷൻ ക്യൂ വേണം അല്ലേ. അപ്പോൾ അത്രയും കോളം വരക്കുക. അതിനുശേഷം ഈ രണ്ടെണ്ണത്തിൻ്റെയും കോളം, അതായത് നമുക്ക് കിട്ടുന്ന ട്രൂത്ത് വാല്യൂ രണ്ടും ഐഡൻറ്റിക്കൽ ആണെന്നുണ്ടെങ്കിൽ, രണ്ടിൻ്റെയും ലാസ്റ്റ് ട്രൂത്ത് വാല്യൂ ഐഡൻറ്റിക്കൽ ആണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ രണ്ടും ഇക്വലൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രൂത്ത് ടേബിൾ വരച്ച് നോക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ വരും, പി വരയ്ക്കാം അല്ലേ, അതുപോലെ ക്യൂ ഉണ്ടായിരിക്കും, പി ഇംപ്ലൈസ് ക്യൂ ഉണ്ടായിരിക്കും, നെഗേഷൻ ക്യൂ ഉണ്ടായിരിക്കും, നെഗേഷൻ ഓഫ് പി ഇംപ്ലൈസ് ക്യൂ ഉണ്ടായിരിക്കും, ആൻഡ് പി കൺജങ്ഷൻ നെഗേഷൻ ക്യൂ ഉണ്ടായിരിക്കും അല്ലേ. രണ്ടും ട്രൂ ആവുന്ന കേസ് വരാം, ട്രൂവും ഫോൾസും ആവുന്ന കേസ് വരാം, ഫോൾസും ട്രൂ ആവുന്ന കേസ് വരാം, ഫോൾസും ഫാൾസും ആവുന്ന കേസ് വരാം അല്ലേ. അപ്പോൾ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, രണ്ടും ട്രൂ ആകുമ്പോൾ ട്രൂ ആയിരിക്കും, ട്രൂവും ഫോൾസും ആകുമ്പോൾ ഫോൾസ് ആയിരിക്കും, ഫോൾസും ട്രൂ ആകുമ്പോൾ ട്രൂ ആയിരിക്കും, ഫോൾസും ഫാൾസും ആകുമ്പോൾ ട്രൂ ആയിരിക്കും അല്ലേ. ഇനി നെഗേഷൻ ക്യൂ എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഫോൾസ് ട്രൂ ഫോൾസ് ട്രൂ എന്ന് വരും അല്ലേ. ഇനി നെഗേഷൻ ഓഫ് പി ഇംപ്ലൈസ് ക്യൂ, ഇതിൻ്റെ നെഗേഷൻ, അതായത് ട്രൂ ആണെങ്കിൽ ഇവിടെ ഫോൾസ്, ഇവിടെ ട്രൂ, ഫോൾസ് ഫോൾസ്. ഓക്കെ, ഇനി അടുത്തത് ഇത്, അതായത് പിയും നെഗേഷൻ ക്യൂവും തമ്മിലുള്ള കൺജങ്ഷനാണ്, പിയും നെഗേഷൻ ക്യൂവും തമ്മിലുള്ള കൺജങ്ഷനാണ് വരുന്നത് അല്ലേ. അപ്പോൾ രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ട്രൂ ഉള്ളൂ, കാരണം ആൻഡ് ആണ് വരുന്നത്. അപ്പോൾ ട്രൂവും ഫോൾസ് ആവുന്ന കേസിൽ എന്താ വരിക, ഫോൾസ് ആണ്. ട്രൂവും ട്രൂ ആവുന്ന കേസിൽ ട്രൂ ആണ്, ഫോൾസും ഫോൾസും ആവുന്ന കേസിൽ ഫോൾസ് ആണ്, ഫോൾസും ട്രൂ ആവുന്ന കേസിൽ എന്താണ്, ഫോൾസ് ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇവിടെ ഇതിൻ്റെയും അതുപോലെ തന്നെ ഇതിൻ്റെയും രണ്ടിൻ്റെയും ലാസ്റ്റ് ട്രൂത്ത് വാല്യൂ എന്താ വരുന്നത്, ഇതിങ്ങനെയാണ് അല്ലേ.
രണ്ടും എന്താണ് ഐഡൻറ്റിക്കൽ അല്ലേ വരുന്നത്. ഇത് രണ്ടും എന്താണ് ഐഡൻറ്റിക്കലാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇത് ഇവിടെ ഫോൾസ് ട്രൂ ഫോൾസ് ഫോൾസ് എന്നാണ് വരുന്നത് അല്ലേ. ബട്ട് ഇത് രണ്ടും ഈക്വൽ ആണോ, ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ ഇത് നെഗേഷൻ ഓഫ് പി ഇംപ്ലൈസ് ക്യൂ എന്നാണ് വരുന്നത് അല്ലേ. ഇത് ലുക്ക് ലൈക്ക് ഡിഫറെൻ്റ് ആണ്, ബട്ട് ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താണ് ഐഡൻറ്റിക്കൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇത് രണ്ടും ഇക്വലൻ്റ് ആണെന്ന് പറയാം. അതായത് നെഗേഷൻ ഓഫ് പി ഇംപ്ലൈസ് ക്യൂ ഈസ് ഇക്വലൻ്റ് ടു പി കൺജങ്ഷൻ നെഗേഷൻ ക്യൂ എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ ആയില്ലേ. ഇങ്ങനെയാണ് നമ്മൾ ഇക്വലൻ്റ് ആണ്, ലോജിക്കലി ഇക്വലൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ഷോ ദാറ്റ് പി ഇംപ്ലൈസ് ക്യൂ കൺജങ്ഷൻ പി ഇംപ്ലൈസ് ആർ ഈസ് ഇക്വലൻ്റ് ടു പി ഇംപ്ലൈസ് ക്യൂ കൺജങ്ഷൻ ആർ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കോളം വേണ്ടി വരും, പി വേണം അല്ലേ, ക്യൂ വേണം, ആറും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ 3 പ്രിപ്പോസിഷൻസ് ആണ് വരുന്നത്, 6 ഉണ്ട്. അതുപോലെ പി ഇംപ്ലൈസ് ക്യൂ വേണം, പി ഇംപ്ലൈസ് ആർ വേണം, ക്യൂ കൺജങ്ഷൻ ആർ വേണം, ആൻഡ് പി ഇംപ്ലൈസ് ക്യൂ കൺജങ്ഷൻ പി ഇംപ്ലൈസ് ആർ വേണം, ദെൻ പി ഇംപ്ലൈസ് ക്യൂ കൺജങ്ഷൻ ആർ വേണം അല്ലേ. ഇത്രയും ടേബിൾ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പി വേണം അല്ലേ, ക്യൂ വേണം, ആർ വേണം, അതുപോലെ തന്നെ പി ഇംപ്ലൈസ് ക്യൂ വേണം, പി ഇംപ്ലൈസ് ആർ വേണം അല്ലേ. ദെൻ എന്ത് വേണം, ക്യൂ കൺജങ്ഷൻ ആർ, ദെൻ ഇതിലെ പി ഇംപ്ലൈസ് ക്യൂ കൺജങ്ഷൻ പി ഇംപ്ലൈസ് ആർ വേണം, ദെൻ എന്ത് വേണം, പി ഇംപ്ലൈസ് ക്യൂ കൺജങ്ഷൻ ആർ വേണം. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും അല്ലേ, അതായത് ഇതും ഇതും ഇക്വലൻ്റ് ആണെന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ കിട്ടുന്ന ട്രൂത്ത് വാല്യൂസ് കംപ്ലീറ്റ് ഐഡൻറ്റിക്കൽ ആവണം. അപ്പോൾ നമുക്ക് പി ക്യൂ ആർ ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ ആദ്യം എന്തെടുക്കാം, 3ഉം ട്രൂ ആയി വരുന്ന കേസ് എടുക്കാം അല്ലേ. ദെൻ ട്രൂവും ഫോൾസും ആയിട്ട് വരുന്ന കേസ് എടുക്കാം. ദെൻ എന്ത് വരാം, ട്രൂവും ഫോൾസും ട്രൂ ആവാം അല്ലേ. ദെൻ അടുത്ത എന്ത് വരാം, ട്രൂവും ഫോൾസും ആവാം. ഓക്കെ, ദെൻ ഫോൾസ് ട്രൂ ട്രൂ, ദെൻ എന്ത് വരാം, ഫോൾസ് ട്രൂ ഫോൾസ്, ഫോൾസ് ഫോൾസ് ട്രൂ, ഫോൾസ് 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 അല്ലേ. അപ്പോൾ 8 പോസിബിലിറ്റി ആയി അല്ലേ. ദെൻ നമുക്ക് പി ഇംപ്ലൈസ് ക്യൂ ആണ് വേണ്ടത്. പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് അല്ലേ, ഇത് രണ്ട് തമ്മിൽ ട്രൂ ആണെങ്കിൽ എന്താണ്, ട്രൂ ആണ്, ട്രൂ ആണെങ്കിൽ ട്രൂ ആണ്. ദെൻ ട്രൂവും ഫോൾസും ആണെങ്കിൽ ഫോൾസ് ആണ്, ട്രൂവും ഫോൾസും ഫോൾസ് ആണ്, ഫോൾസും ട്രൂവും ട്രൂ ആണ്, ഫോൾസും ട്രൂവും ട്രൂ ആണ്, ഫോൾസും ട്രൂ ആണ്, ഫോൾസും ട്രൂ ആണ്. ഓക്കെ, ദെൻ പി ഇംപ്ലൈസ് ആർ, പി ഇംപ്ലൈസ് ആർ എന്ന് പറഞ്ഞാൽ ഈ 2 കോളം അല്ലേ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും തെറ്റിപ്പോവരുത്, തെറ്റിയാൽ പിന്നെ ആൻസർ കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ പി ട്രൂവും എന്ന് പറഞ്ഞാൽ എന്ത് വരും, ട്രൂ വരും. ദെൻ ട്രൂവും ഫോൾസും ഫോൾസ് വരും അല്ലേ. ട്രൂവും ട്രൂ ആയിരിക്കും, ട്രൂവും ഫോൾസും ഫോൾസ് ആയിരിക്കും, ഫോൾസും ട്രൂവും ട്രൂ ആയിരിക്കും, ഫോൾസും ട്രൂവും ട്രൂ ആയിരിക്കും, ഫോൾസും ട്രൂവും ട്രൂ ആയിരിക്കും, ഫോൾസും ട്രൂ ആയിരിക്കും. ഇനി വരുന്നത് ക്യൂ കൺജങ്ഷൻ ആർ അല്ലേ. ക്യൂവും ആറും തമ്മിലാണ്, അപ്പോൾ ടി ട്രൂ വരും അല്ലേ. ട്രൂവും ട്രൂ ആയിരിക്കും, ട്രൂവും ഫോൾസും എന്തായിരിക്കും, കൺജങ്ഷൻ ആണ്, കൺജങ്ഷൻ ആകുമ്പോൾ എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും. ഫോൾസും ട്രൂ എന്താ വരിക, ഫോൾസ് ആണ്, ഫോൾസും ഫോൾസ് ആണ്, ട്രൂവും ട്രൂ ആയിരിക്കും, ട്രൂവും ഫോൾസും ഫോൾസ് ആയിരിക്കും, ഫോൾസും ട്രൂവും ഫോൾസ് ആയിരിക്കും, ആൻഡ് ഫോൾസും ഫോൾസ് ആയിരിക്കും. ഓക്കെ, ഇനി ഇത് രണ്ടും തമ്മിലുള്ള കൺജങ്ഷനാണ് അല്ലേ, ഈ 2 കോളം തമ്മിലുള്ള കൺജങ്ഷനാണ്. അപ്പോൾ എന്തുവരും, ട്രൂ ആകുമ്പോൾ ട്രൂ ആയിരിക്കും, ട്രൂവും ഫോൾസും ആകുമ്പോൾ ഫോൾസ് ആയിരിക്കും, ഫോൾസും ട്രൂ ആകുമ്പോൾ ഫോൾസ് ആയിരിക്കും, ഫോൾസും ആകുമ്പോഴും ഫോൾസ് ആയിരിക്കും, ട്രൂവും ട്രൂ ആയിരിക്കും, ട്രൂ ആയിരിക്കും. ദെൻ ഇത് രണ്ടും ട്രൂ അല്ലേ, ഇതും എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. ഓക്കെ, ലാസ്റ്റ് എന്താ വരുന്നത്, പി ഇംപ്ലൈസ് ക്യൂ കൺജങ്ഷൻ ആർ, ക്യൂ കൺജങ്ഷൻ ആറും അതുപോലെ തന്നെ പി ആണ് അല്ലേ. അതായത് ഇതും അല്ലേ, ഈ 2 കോളം തമ്മിലാണ് നോക്കുന്നത്. അപ്പോൾ എന്തുവരും, ട്രൂ ആകുമ്പോൾ ഇംപ്ലിക്കേഷൻ ആണ് കേട്ടോ. ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ട്രൂ ആകുമ്പോൾ എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. ദെൻ ട്രൂവും ഫോൾസും ആകുമ്പോൾ എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും. ദെൻ എന്താ വരുന്നത്, ട്രൂവും ഫോൾസും അല്ലേ, ട്രൂവും ഫോൾസും എന്നുണ്ടെങ്കിൽ ഫോൾസ് ആയിരിക്കും. അടുത്ത എന്താണ്, ട്രൂവും ഫോൾസും ഫോൾസ് ആയിരിക്കും. ഫോൾസും ട്രൂ ആണെങ്കിൽ എന്താണ്, ട്രൂ ആണ് വരിക. ദെൻ ഫോൾസും ആണെങ്കിലും ട്രൂ ആണ് വരിക. ഫോൾസും ആണെങ്കിൽ ട്രൂ ആയിരിക്കും, ഫോൾസും ട്രൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ലാസ്റ്റ് 2 കോളം ട്രൂ അല്ലേ, ഫോൾസ് ട്രൂ അങ്ങനെയാണ് വരുന്നത് അല്ലേ. അതായത് രണ്ടും എന്താണ്, ഐഡൻറ്റിക്കലാണ് അല്ലേ. അതായത് ഈ ഒരു കോളം അതുപോലെ തന്നെ ഈ കോളം എന്താ നമുക്ക് കിട്ടുന്നത്, ഐഡൻറ്റിക്കലാന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇത് തമ്മിൽ ലോജിക്കലി ഇക്വലൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ അതുതന്നെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിരുന്നത്. പി ഇംപ്ലൈസ് ക്യൂ കൺജങ്ഷൻ പി ഇംപ്ലൈസ് ആർ, ദാറ്റ് ഈസ് ലോജിക്കലി ഇക്വലൻ്റ് ടു പി ഇംപ്ലൈസ് ക്യൂ കൺജങ്ഷൻ ആർ. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ലോസ് ഓഫ് ലോജിക്.
അതിൽ ഒരുപാട് ലോസ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ആണ് ഐഡൻറ്റിറ്റി ലോ. Let T denote a compound preposition that is always true and F denote the compound preposition which is always false. That is, T is a tautology and F is a contradiction. Then for any preposition P conjunction T is equivalent to P and P disjunction F is equivalent to P. അപ്പോൾ ഇതാണ് ഐഡൻറ്റിറ്റി ലോ പറയുന്നത്. ടി എന്നുള്ളത് എന്താണ്? ഒരു കോമ്പൗണ്ട് പ്രിപ്പോസിഷൻ ആണ്. അതെന്താണ്? ഓൾവേസ് ട്രൂ ആണ് അല്ലേ? അതായത് ടി എന്നുള്ളത് എന്താണ്? ഇസ് എ ടോട്ടോളജി. And F denotes a compound preposition which is always false. That is, F is a contradiction. Then മറ്റൊരു പ്രിപ്പോസിഷൻ P നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ടി എന്നുള്ള ടോട്ടോളജി ഉണ്ടല്ലോ, P കൺജങ്ഷൻ ടി, അതായത് ഈ ടി എന്നുള്ള പ്രിപ്പോസിഷനും കോമ്പൗണ്ട് പ്രിപ്പോസിഷനും പിയും കൂടെ ജോയിൻ ചെയ്ത ഏതാണ്? കൺജങ്ഷൻ ആണ് അല്ലേ? ദാറ്റ് ഈസ് ഇക്വലൻറ്റ് ടു പി തന്നെ ആയിരിക്കും. ഓക്കെ, അതുപോലെ പി ഡിസ്ജങ്ഷൻ എഫ്, അതായത് ഇവിടെ വരുന്ന കോൺട്രഡിക്ഷൻ എഫിൻ്റെ വാല്യൂ ഓൾവേസ് എന്താണ്? ഫോൾസ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ പി എന്നുള്ള മറ്റൊരു പ്രിപ്പോസിഷനും അതുപോലെ തന്നെ എഫും തമ്മിൽ ഡിസ്ജങ്ഷൻ ചെയ്ത് കഴിഞ്ഞാലും എന്തായിരിക്കും? ഈസ് ഓൾവേസ് ഇക്വലൻറ്റ് ടു പി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാം. ട്രൂത്ത് ടേബിളിലൂടെ നോക്കാം കേട്ടോ. അപ്പോൾ പ്രൂഫ് വരുന്നത് നമുക്ക് എങ്ങനെ എടുക്കാം? ആദ്യം പിയും ടിയും എടുക്കാം അല്ലേ? അതിൻ്റെ രണ്ടിൻ്റെയും കൺജങ്ഷൻ ചെയ്ത് നോക്കാം. അത് പിന്നോട് തന്നെ ഇക്വലൻ്റ് ആണോ എന്നുള്ളത് നോക്കാം. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എ പ്രിപ്പോസിഷൻ അല്ലേ? പ്രിപ്പോസിഷൻ ആണെന്നുള്ള മീനിങ്ങേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പി ഒരു പ്രിപ്പോസിഷൻ ആണ് എടുക്കാം. ടി എന്താണ്? ടി എന്നുള്ളത് ഒരു കോമ്പൗണ്ട് പ്രിപ്പോസിഷൻ ആണ്. ഇത് ടോട്ടോളജി എന്ന് തന്നിട്ടുണ്ട്. ദെൻ പി കൺജങ്ഷൻ ടി എഴുതണം. അപ്പോൾ പി എന്നുള്ളത് ട്രൂവും ഫോൾസും ആയി വരാം. അതുപോലെ ടി എന്തായിരിക്കും? ടി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്? ഓൾവേസ് ട്രൂ മാത്രമാണല്ലേ? അതായത് ടോട്ടോളജിയാണ്. അപ്പോൾ ടീൻ്റെ വാല്യൂ എന്താണ്? ട്രൂവും മാത്രമേ വരുള്ളൂ. ട്രൂ ആകുമ്പോൾ പി ട്രൂ ആണെന്നുണ്ടെങ്കിൽ ടോട്ടോളജി എന്തായിരിക്കും? ട്രൂ തന്നെ ആയിരിക്കും അല്ലേ? അതുപോലെ പി ഫോൾസ് ആകുന്ന വരുന്ന കേസിലും ടീൻ്റെ വാല്യൂ എന്താണ്? ട്രൂ ആണ്. ദെൻ ഇത് തമ്മിൽ ഡിസ്ജങ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ട്രൂ ഫോൾസ് വരും. അപ്പോൾ ഇവിടെ പി കൺജങ്ഷൻ ടി എന്താണ്? ട്രൂവും ഫോൾസും ആണ് വരുന്നത്. അതുപോലെ തന്നെ പി യു എന്താണ്? ട്രൂവും ഫോൾസും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? പി കൺജങ്ഷൻ ടി ഈസ് ഇക്വലൻറ്റ് ടു പി ആണെന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് വരുന്നത്? ഐഡൻറ്റിറ്റി ലോ. നെക്സ്റ്റ് അടുത്തത് നമുക്ക് ഇത് നോക്കാം അല്ലേ? ഇതെങ്ങനെയാണ് വരുന്നത്? പി ഡിസ്ജങ്ഷൻ എഫ് ആണ്. ഓക്കെ, അപ്പോൾ പി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പോലെ തന്നെ എന്തെടുക്കാം? ഒരു പ്രിപ്പോസിഷൻ ആണ് പി എന്ന് പറയുന്നത്. പി ഒരു പ്രിപ്പോസിഷൻ ആണ്. എഫ് എന്നുള്ളത് എന്താണ്? ഇസ് എ കോൺട്രഡിക്ഷൻ ആണ് അല്ലേ? കോൺട്രഡിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഓൾവേസ് ഫോൾസ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. ഇത് ട്രൂവും ഫോൾസും ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. ദെൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ പി ഡിസ്ജങ്ഷൻ എഫ് ആണ് അല്ലേ? ട്രൂവും ഫോൾസും ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? വാല്യൂ ട്രൂ ആയിരിക്കും. ഓക്കെ, അതുപോലെ ഫോൾസും ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും അല്ലേ? ഡിസ്ജങ്ഷനിൽ. അപ്പോൾ ഇവിടെയും ട്രൂവും എന്താണ് വരുന്നത്? പിൻ്റെ വാല്യൂ ട്രൂവും ഫോൾസും ആണ്. അതുപോലെ തന്നെ പി ഡിസ്ജങ്ഷൻ എഫിൻ്റെ വാല്യൂ എന്താണ്? ട്രൂവും ഫോൾസും ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഇവിടെയും പി ഡിസ്ജങ്ഷൻ എഫ് എന്ന് പറയുന്നത് ഈസ് ഇക്വലൻറ്റ് ടു പി ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്? ഐഡൻറ്റിറ്റി ലോ. P conjunction T is equivalent to P and P disjunction F is equivalent to P. Here T is a tautology and F is a contradiction. Okay, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലോ, ലോസ് ഓഫ് ലോജിക്കലി ഫസ്റ്റ് വരുന്ന ഐഡൻറ്റിറ്റി ലോസ്. നെക്സ്റ്റ് വരുന്നതാണ് ഡോമിനേഷൻ ലോസ്. സെക്കൻഡ് ലോ ആണ് ഡോമിനേഷൻ ലോ. ഓക്കെ, ലെറ്റ് ടി എന്നുള്ളത് എന്താണ്? ഇറ്റ്സ് എ കോമ്പൗണ്ട് പ്രിപ്പോസിഷൻ ദാറ്റ് ഈസ് ഓൾവേസ് ട്രൂ. ടോട്ടോളജിയാണ് ടി എന്ന് പറയുന്നത്. ആൻഡ് എഫ് ഡിനോട്ട് എ കോമ്പൗണ്ട് പ്രിപ്പോസിഷൻ ദാറ്റ് ഈസ് ഓൾവേസ് ഫോൾസ്. ഓക്കെ, അതെന്താണ്? ഫോൾസ് ആണ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ടി ഈസ് എ ടോട്ടോളജി ആൻഡ് എഫ് ഈസ് എ കോൺട്രഡിക്ഷൻ. ദെൻ ഫോർ എനി പ്രിപ്പോസിഷൻ പി, നമ്മൾ നേരത്തെ അതായത് ഐഡൻറ്റിറ്റി ലോയിൽ എങ്ങനെയായിരുന്നു പറയുന്നത്? പി കൺജങ്ഷൻ ടി ഈസ് ഇക്വലൻറ്റ് ടു പി എന്നായിരുന്നു അല്ലേ? ഇവിടെ പി ഡിസ്ജങ്ഷൻ ടി, അതായത് നമ്മൾ എടുത്തിട്ടുള്ള പ്രിപ്പോസിഷനും ടി എന്നുള്ള ടോട്ടോളജിയും തമ്മിൽ ഡിസ്ജങ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തിനോട് ഇക്വലൻ്റ് ആയിരിക്കും? ടീനോട് ഇക്വലൻ്റ് ആയിരിക്കും. നേരത്തെ എന്തായിരുന്നു? പി കൺജങ്ഷൻ ടി ഈസ് ഇക്വലൻറ്റ് ടു പി ആയിരുന്നു. ഓക്കെ, പി കൺജങ്ഷൻ വരുമ്പോൾ പി ആണ് വരുന്നത്, ഡിസ്ജങ്ഷൻ ആയപ്പോൾ ടീനോടാണ് ഇക്വലൻറ്റ്. ഓക്കെ, അതുപോലെ ഇവിടെ പി ഡിസ്ജങ്ഷൻ എഫ് ഈസ് ഇക്വലൻറ്റ് ടു പി ആയിരുന്നു. അപ്പോൾ ഇവിടെ പി കൺജങ്ഷൻ എഫ് ഈസ് ഇക്വലൻറ്റ് ടു എന്താണ് വരുന്നത്? എഫ് ആണ്. ഓക്കെ, അപ്പോൾ അത് തമ്മിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഡോമിനേഷൻ ലോയും ഐഡൻറ്റിറ്റി ലോയും തമ്മിൽ മാറിപ്പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൂഫ് നോക്കാം. അപ്പോൾ ഇങ്ങനെ പ്രൂഫ് നോക്കാം. ട്രൂത്ത് ടേബിൾ തന്നെ വരക്കാം അല്ലേ? അപ്പോൾ ആദ്യം പിയും അതുപോലെ തന്നെ എന്ത് വേണം? ടിയും വേണം അല്ലേ? പി എന്താണ്? പി ഈസ് എ പ്രിപ്പോസിഷൻ ആൻഡ് ടി എന്ന് പറഞ്ഞാൽ ഈസ് ഓൾവേസ് ട്രൂ. ടോട്ടോളജിയാണ്. ഓക്കെ, അപ്പോൾ പി എന്നുള്ളത് പ്രിപ്പോസിഷൻ ആണ്, ടി ടോട്ടോളജിയാണ്. ദെൻ പി ഡിസ്ജങ്ഷൻ ടി ആണ് നമ്മൾ കാണുന്നത്. ഓക്കെ, പി എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൂവും ഫോൾസും വരാം. ടി എന്ന് പറഞ്ഞാൽ ഓൾവേസ് ട്രൂ ആണ്. അപ്പോൾ
അപ്പോൾ പി ഡിസ്ജങ്ഷൻ ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ട്രൂ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും അല്ലേ. ആൻഡ് ഫോൾസും ട്രൂ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും വരുന്നത് അല്ലേ. കാരണം എന്താണ്? ഡിസ്ജങ്ഷൻ ആണ്, ഓറാണ്. ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ട്രൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇവിടെ? ഇത് രണ്ടും, അതായത് പി ഡിസ്ജങ്ഷൻ ടിയും എന്താണെന്ന് കിട്ടി? ഇക്വലൻ്റ് ആണ് കിട്ടില്ലേ. പി ഡിസ്ജങ്ഷൻ ടി ഈസ് ഇക്വലൻ്റ് ടു ടി എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് ഡോമിനേഷൻ ലോയിൽ ഒന്ന് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് വരുന്നത്? പി കൺജങ്ഷൻ എഫ് ഈസ് ഇക്വലൻ്റ് ടു എഫ്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇതും പ്രൂഫ് നോക്കാം. എന്താ ആദ്യം വേണ്ടത്? പി എന്നുള്ളത് അല്ലേ. പി വേണം. അതുപോലെ തന്നെ എഫ് എന്താണ്? എഫ് ഈസ് ഓൾവേസ് ഫോൾസ് ആണ് അല്ലേ. പി ആൻഡ് എഫ് ആൻഡ് ദെൻ പി കൺജങ്ഷൻ എഫ്. ഓക്കെ, ട്രൂവും ഫോൾസും ആവാം. ഇതെന്താണ്? ഓൾവേസ് ഫോൾസ് ആണ് അല്ലേ. ഫോൾസും വരുള്ളൂ. ദെൻ ഇത് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? കൺജങ്ഷൻ ചെയ്യാൻ ആവുന്നതുകൊണ്ട് തന്നെ ഫോൾസ് ആയിരിക്കും. ദെൻ ഫോൾസും ആണെന്നുണ്ടെങ്കിൽ ഫോൾസ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഇവിടെ ഇതും അതുപോലെ തന്നെ ഇതും എന്താണ്? ഐഡൻറ്റിക്കൽ ആണ്. അതായത് പി കൺജങ്ഷൻ എഫ് ഈസ് ഐഡൻറ്റിക്കൽ, ലോജിക്കലി ഈക്വലൻ്റ് ടു എഫ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് വരുന്നത്? ഡോമിനേഷൻ ലോയിൽ സെക്കൻഡ്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഡോമിനേഷൻ ലോ ആണ്. നെക്സ്റ്റ് വരുന്നതാണ് ഐഡംബർട്ടൻ ലോ. ഫോർ എനി പ്രിപ്പോസിഷൻ പി ഡിസ്ജങ്ഷൻ പി ഈസ് ഇക്വലൻ്റ് ടു പി ആൻഡ് പി കൺജങ്ഷൻ പി ഈസ് ഇക്വലൻ്റ് ടു പി. ഓക്കെ, അതായത് ഏതൊരു പ്രിപ്പോസിഷൻ പി നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അത് തമ്മിൽ ഡിസ്ജങ്ഷൻ ചെയ്താൽ എന്തായിരിക്കും? ആ പീനോട് തന്നെ ഇക്വലൻ്റ് ആയിരിക്കും അല്ലേ. അതുപോലെ അത് തമ്മിൽ കൺജങ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിനോട് തന്നെ ഇക്വലൻ്റ് ആയിരിക്കും എന്നാണ്. അപ്പോൾ നമുക്ക് പ്രൂഫ് എങ്ങനെ നോക്കാം? ജസ്റ്റ് പി എന്ന് തന്നെ എടുക്കാം അല്ലേ. പി എന്നുള്ള ഒരു പ്രിപ്പോസിഷൻ എടുക്കാം. ദെൻ 2 തവണ പി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, ഒരൊറ്റ തവണ എഴുതിയാൽ മതി അല്ലേ. പിയും അതുപോലെ തന്നെ പി ഡിസ്ജങ്ഷൻ പിയും. പി ട്രൂവും ഫോൾസും ആവുന്ന 2 കേസേ വരുള്ളൂ. അപ്പോൾ ട്രൂവും രണ്ടും അതിനോട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. ഡിസ്ജങ്ഷൻ രണ്ടും ട്രൂ ആകുമ്പോൾ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും അല്ലേ. ദെൻ എന്തായിരിക്കും? രണ്ടും ഫോൾസ് ആവുന്ന കേസിൽ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ എന്ത് പറയാം? അതായത് പി ഡിസ്ജങ്ഷൻ പി ഈസ് ഇക്വലൻ്റ് ടു പി, രണ്ടും ട്രൂ ഫോൾസ് തന്നെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇത് രണ്ടും എന്താന്ന് പറയാം? നമുക്ക് ഐഡൻറ്റിക്കലാന്ന് പറയാം അല്ലേ. ഇത് രണ്ടും ഐഡൻറ്റിക്കലി ഈക്വലൻ്റ്, ലോജിക്കലി ഈക്വലൻ്റ് എന്ന് പറയാം. ഓക്കെ, പി ഡിസ്ജങ്ഷൻ പി ഈസ് ഇക്വലൻ്റ് ടു പി എന്ന് പറയാം. അതുപോലെ കൺജങ്ഷൻ്റെ കേസിൽ എന്താ വരുന്നത്? കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പി ഇതുപോലെ തന്നെ എടുത്തു കഴിഞ്ഞാൽ പി കൺജങ്ഷൻ പി ട്രൂവും ഫോൾസും ആവുന്ന കേസേ വരുള്ളൂ. രണ്ടും ട്രൂ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? കൺജങ്ഷനും ട്രൂ ആയിരിക്കും. രണ്ടും ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ കൺജങ്ഷൻ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ എന്താ നമുക്ക് പറയാം? ട്രൂവും ഫോൾസും. അപ്പോൾ ഇത് തമ്മിൽ എന്താണെന്ന് പറയാം? ഈക്വലൻ്റ് ആണ്, ലോജിക്കലി ഈക്വലൻ്റ് ആണ് പറയാം അല്ലേ. അപ്പോൾ ഐഡൻബർട്ടൻ ലോ ക്ലിയർ ആയില്ലേ. ദെൻ ഇനി വരുന്നതാണ് നാലാമത്തത് കമ്മ്യൂട്ടേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് നമ്മൾ സാധാരണ എങ്ങനെയാണ് പറയാറുള്ളത്? 2 പ്രിപ്പോസിഷൻ ഉണ്ടായിരിക്കും അല്ലേ. പി ആൻഡ് ക്യൂ എന്നുള്ള 2 പ്രിപ്പോസിഷൻസ്. പി ഡിസ്ജങ്ഷൻ ക്യൂ ഈസ് ഇക്വലൻ്റ് ടു ക്യൂ ഡിസ്ജങ്ഷൻ പി ആൻഡ് പി കൺജങ്ഷൻ ക്യൂ ഈസ് ഇക്വലൻ്റ് ടു ക്യൂ കൺജങ്ഷൻ പി. ഇതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ പറയുന്നത്. സാധാരണ നമ്മൾ അങ്ങനെ തന്നെയാണ് കമ്മ്യൂട്ടേറ്റീവ് പറയാനുള്ളത് അല്ലേ. എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ എന്ന് എഴുതുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ എ ബി ഈസ് ഈക്വൽ ടു ബി എന്ന് എഴുതും അല്ലേ. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്നുള്ളതുകൊണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഡിസ്ജങ്ഷനും കൺജങ്ഷനും വെച്ചിട്ടാണ് പറയുന്നത്. പി ഡിസ്ജങ്ഷൻ ക്യൂ ഈസ് ഈക്വലൻ്റ് ടു ക്യൂ ഡിസ്ജങ്ഷൻ പി ആയിരിക്കും. അതുപോലെ തന്നെ പി കൺജങ്ഷൻ ക്യൂ ഈസ് ഈക്വലൻ്റ് ടു ക്യൂ കൺജങ്ഷൻ പി ആയിരിക്കും. ഇതിൻ്റെ പ്രൂഫ് ആവശ്യമില്ല, കാരണം കൺജങ്ഷനും ഡിസ്ജങ്ഷനും ആകുമ്പോൾ നമുക്കറിയാം കൺജങ്ഷനിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ട്രൂവും ഫോൾസും ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും അല്ലേ. അതിനി തിരിഞ്ഞ് ഫോൾസും ട്രൂ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. അപ്പോൾ കൺജങ്ഷൻ അങ്ങനെ തന്നെ വരും. ദെൻ ഡിസ്ജങ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ട്രൂവും ഫോൾസും ആണെന്നുണ്ടെങ്കിൽ ട്രൂ ആയിരിക്കും, ഫോൾസും ട്രൂ ആണെന്നുണ്ടെങ്കിലും ട്രൂ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ പി ഡിസ്ജങ്ഷൻ ക്യൂവും അതുപോലെ തന്നെ ക്യൂ ഡിസ്ജങ്ഷൻ പിയും ഈക്വൽ ആയിരിക്കും. അതുപോലെ പി കൺജങ്ഷൻ ക്യൂവും ക്യൂ കൺജങ്ഷൻ പിയും എന്തായിരിക്കും? ഈക്വലൻ്റ് ആയിരിക്കും. എന്തായാലും ട്രൂത്ത് വാല്യൂ എന്തായിരിക്കും? ഈക്വലൻ്റ്.